നമസ്കാരം, എല്ലാവർക്കും ഗ്യാബീസ് വേയിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. പച്ചമുളക്, കാന്താരിമുളക് എന്നിവ ജൈവവളം മാത്രം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ നഴ്സറിയിലുള്ള ഇത് കാന്താരിമുളക് ഒരു സാമ്പിൾ വെച്ചേക്കുന്നതാണ്. അതുപോലെ ഭാസ്കര, അത് പച്ചമുളക്, സിറ, ഇതിനെല്ലാം ജൈവവളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ടതാണ് പച്ചമുളക്, കാന്താരിമുളക്, അതുപോലെ കറിവേപ്പില, അങ്ങനെ ഉള്ളതൊക്കെ. കാരണം പുറമേ നിന്ന് വരുന്നതെല്ലാം കൂടുതൽ കീടനാശിനിയൊക്കെ അടിച്ചു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഈ ജൈവവളം മാത്രം ഉപയോഗിച്ച് കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ സമൃദ്ധമായി ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം തൈ തിരഞ്ഞെടുക്കുമ്പോൾ തൈ ഒന്നല്ലെങ്കിൽ നമുക്ക് നല്ല മുളക് പാകമായത് പാകി പിടിപ്പിക്കാം. അതല്ലെങ്കിൽ നഴ്സറിയിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് എല്ലായിടത്തും കിട്ടാറുണ്ട്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന തൈ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കണം. ഒരു 4 ഇല പരുവം ഉള്ള തൈകൾ, അധികം മുരടിപ്പോ മഞ്ഞളിപ്പോ ഒന്നും വരാത്ത തൈകൾ ആദ്യം സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ചട്ടിയിലാണ് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്ത നടസൗകര്യം അനുസരിച്ച് നടാം. അപ്പോൾ അങ്ങനെ നടുമ്പോൾ പോട്ടി മിക്സിൻ്റെ പ്രിപ്പറേഷൻ വളരെ പ്രധാനമാണ്. ഇപ്പോൾ സാധാരണ മണ്ണും ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി ആണ് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ചാണകപ്പൊടി മണ്ണ് എത്ര എടുക്കണമെന്ന് അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അങ്ങനെ മിക്സ് ചെയ്ത പോട്ടി മിക്സിലാണ് ഇതാദ്യം ഈ തൈകൾ നടേണ്ടത്. നട്ട് കഴിഞ്ഞ് കുറച്ച് തണലിൽ തന്നെ വെക്കുക. പിന്നെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. 2 നേരം ഈ തൈകൾക്കൊക്കെ നനച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നടുന്ന തൈകളുടെ ഈ പോട്ടി മിക്സിൽ നമ്മൾ അതിന് നട്ടതിന് ശേഷം, അല്ലെങ്കിൽ പോട്ടി മിക്സിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാം, കരിയില പൊടിഞ്ഞത് ചേർക്കണം. എന്താ നിർബന്ധമായിട്ട് ചേർക്കണം. കാരണം ഈ മുളകിന്, കാന്താരി മുളകായാലും പച്ചമുളക് ആയാലും അസിഡിറ്റിയും പാടില്ല, അധികം അസിഡിറ്റി പാടില്ല, എന്നാൽ അധികം ആൽക്കലിറ്റിയും പാടില്ല. pH 6-നും 7-നും ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോട്ടി മിക്സിലാണ് ഇത് നന്നായിട്ട് വളരുന്നതും കൂടുതൽ മുളകുണ്ടാകുന്നതും. അപ്പോൾ കരിയില ചേർക്കുകയാണെങ്കിൽ, കരിയില പൊടിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ആൽക്കലിൻ കൂടുതലാണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യും. അതുപോലെ അസിഡിറ്റി കൂടുതലാണെങ്കിൽ അതും ന്യൂട്രലൈസ് ചെയ്യും. 6-നും 7-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ കരിയിലക്ക് കഴിയും. മാത്രമല്ല പോട്ടി മിക്സ് വളരെ ലൂസായിരിക്കും. നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് വാർന്നു പോകാൻ സഹായിക്കുകയും ചെയ്യും. മറ്റു മൂലകങ്ങളും കരിയില പൊടിഞ്ഞതിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ നട്ട് വലുതായ തൈകൾ എല്ലാം തൈകളുണ്ട്. പിന്നെ മുളക് ഇപ്പോൾ എടുക്കാത്തത് വീഡിയോക്ക് വേണ്ടി ആണ്, ആ റെഡ് പെട്ടെന്ന് എടുക്കാത്തത്. ഇത് അധികം ഇതാന്തര പഴുത്ത് കഴിഞ്ഞാൽ ഉടനെ എടുക്കുക. കാരണം എടുത്താൽ കൂടുതൽ ചെറിയ മുളകുകൾ, അതിൽ പൂക്കളൊക്കെ വീണ്ടും വരുള്ളൂ. ആദ്യം റെഡ് കളറിലേക്ക് വരനേക്കുമ്പോൾ നമ്മളത് എടുക്കുക. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങളത് എടുക്കാതെ 2 ദിവസം എടുക്കാതെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി തൈ നട്ട് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേക്കും മിക്കവാറും വലുതായി ഒരു 1.5-45 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ മുളക് ഉണ്ടായി തുടങ്ങും. നിലത്തായാലും ചട്ടിയിലായാലും 45 ദിവസം മതി. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ട വളം, ആ പോട്ടി മിക്സൊക്കെ ഒന്ന് നോക്കാം. നല്ല രീതിയിൽ നമ്മൾ ചാണകപ്പൊടിയും കരിയിലയും ചേർത്തേക്കണതുകൊണ്ട് പെട്ടെന്നൊന്നും വളം ചേർക്കേണ്ട ആവശ്യമില്ല. പ്ലാന്റിൻ്റെ ഹെൽത്തി നോക്കിയിട്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയോ. അതുപോലെ വെള്ളം വേനൽക്കാലത്ത് 2 നേരം നനക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നടുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് വളരെ പ്രധാനമാണ്. ക്ലൈമറ്റ് പ്രധാനം ചിലപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ, ഹൈ റേഞ്ച് പോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ചെടികൾ, കാന്താരി ആയാലും പച്ചമുളകായാലും, നല്ല വെയിൽ എവിടെ കിട്ടുന്നു, പകൽ എവിടെയാണ് നല്ല വെയിൽ, ആ ഒരു ലൊക്കേഷൻ കണ്ടു വേണം സെറ്റ് ചെയ്യാനായിട്ട് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ. അതേസമയം തണുപ്പില്ലാത്ത സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലോ കുറച്ച് വെയിൽ, കുറച്ച് ചോലയും കിട്ടുന്ന ഭാഗത്താണ് കുറച്ച് ഷെയ്ഡ്, എന്നാൽ സൺലൈറ്റ് കിട്ടുകയും ചെയ്യണം. ഫുൾ സൺലൈറ്റ് ഉച്ച വെയിൽ നേരിട്ട് കൊണ്ടാൽ ഈ മുളകിനൊക്കെ എപ്പോഴും ഒരു വാട്ടമായിരിക്കും. പ്രത്യേകിച്ച് കാന്താരി മുളകിൽ നല്ല വെയിൽ കിട്ടാൽ അതിന് അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിപ്പ് വരികയും ചെയ്യും, മുരടിപ്പ് വരികയും ചെയ്യും. അതുകൊണ്ട് ആ നടന്ന ഏരിയയിലെ ക്ലൈമറ്റ് കൂടി നോക്കിയിട്ട് വേണം നടുന്നത്. നല്ല വെയിൽ, നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ
ഈ പറഞ്ഞ കുറച്ച് ചോല കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിൽ വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത്, നല്ല മഴക്കാലത്ത് കൊടുക്കേണ്ട ജൈവവളം. മുളകിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഴക്കാലത്ത് ആട്ടിൻകാഷ്ടം പൊടിഞ്ഞതാണ് കൊടുക്കുന്നത്. പൊടിഞ്ഞു കഴിയുമ്പോഴാണ് അതിൻ്റെ ചൂട് പോകുന്നത്. അപ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു പിടി ഇതിൻ്റെ ചുറ്റിലും കടയോട് ചേർക്കാതെ നടുക. അതല്ലെങ്കിൽ കോഴിക്കാഷ്ടം കൊടുക്കുക. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ കുറച്ച് എല്ലുപൊടിയെങ്കിലും ഈ മഴക്കാലത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ താമസം പിടിക്കുകയും ചെയ്യും. വീണ്ടും പൂക്കൾ ആകും മുളകാകാനും ഈ പറഞ്ഞ എല്ലുപൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ടം അതല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം ഇത് ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഏതെങ്കിലും ഒന്ന് നല്ല മഴക്കാലത്ത് മാത്രം. മഴക്കാലത്ത് മാസത്തിലൊരിക്കലും അങ്ങനെ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ മുളകുണ്ടായി കഴിക്കും. പിന്നെ ഇതിന് വരുന്ന ഒരസുഖം മഞ്ഞളിപ്പം, ഇതാണ് വെള്ളീച്ച. മുളകിനെ ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്നതാണ് വെള്ളീച്ച. ആ പ്രദേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മുളകിന് തൈയിലോട്ട് വരുന്നത്. അങ്ങനെ വരാതിരിക്കാനായിട്ട് ആഴ്ചയിലൊരിക്കൽ തണുത്ത കഞ്ഞിവെള്ളം 2-3 ദിവസം പഴയതായാലും കുഴപ്പമില്ല, 4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഇലകളിലും മറ്റേ തണ്ടിലും ഒക്കെ വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്യണം. അപ്പോൾ ഈ ഇലയുടെ അടിയിലൊക്കെ കിട്ടണം. ഇലയുടെ അടിയിലാണ് വെള്ളീച്ച ആദ്യം വന്ന് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്താൽ വെള്ളീച്ച വരില്ല. അത് എല്ലാത്തിനും മോശം. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. കുറച്ച് കഞ്ഞിവെള്ളം അതിൻ്റെ കടക്കെ വീഴുന്ന രീതിയിൽ വെക്കുക. കാരണം കഞ്ഞിവെള്ളത്തിൽ നല്ല രീതിയിൽ കാൽസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ചെടിക്ക് ആവശ്യമാണ്. കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാനും പൂക്കളുണ്ടാകാനും അതിൽ മുളകുണ്ടാകാനും ഒക്കെ ഇത് ആവശ്യമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിവാക്കരുത്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്, നിലവിലുള്ളത് വെള്ളീച്ച വന്നിരിക്കുകയാണെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് സോപ്പ് വെള്ളം കൂടി, അലക്കണ സോപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക. അപ്പോൾ പിന്നെ അത് പൊക്കോളും. എപ്പോഴും ഈ വെള്ളീച്ച വരുന്നതിന് മുമ്പേ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ യാതൊരു പ്രശ്നവും ഈ മുളകും തൈക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ തൈകളൊക്കെ നടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീടുകളിലും മുളക് ആവശ്യത്തിനുണ്ടാവും. പുറമേ നിന്ന് മുളക് മേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനത്തെ വേറെ തൈകളുണ്ട്. അധികം മുളകൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, അങ്ങനെ വരുന്നില്ല. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഇതേമാതിരി അധികം ദിവസങ്ങളിൽ നിർത്തരുത്, അത് കട്ട് ചെയ്യരുത്. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി 2 ദിവസമൊന്നും എടുക്കാതെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുക. കാരണം പഴുത്തതും മൂത്തതൊക്കെ കിള്ളി എടുത്താലേ അടുത്ത പൂക്കൾ വരുള്ളൂ. അതോടൊപ്പം പച്ചയായിട്ടുള്ളത് നമുക്ക് നമ്മുടെ വല്ല ആവശ്യത്തിന് അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ മുളകൊക്കെ അതിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ എന്നും മുളകുണ്ടാവും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അതിനൊക്കെ ഒരു കാലാവധി ഉണ്ടല്ലോ, കാലാവധി കഴിഞ്ഞ് പോണ അത് നോക്കുമ്പോൾ അതിക്ക് മുമ്പേ വേറെ തൈകൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.